ചെറുകിട സംരംഭങ്ങൾക്ക് മൂലധനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം കേരളത്തിൽ വിതരണം ചെയ്ത വായ്പകൾ എക്കാലത്തെയും ഉയരത്തിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ വിതരണം ചെയ്ത മുദ്രാ വായ്പകളുടെ മൂല്യം 10,079 കോടി രൂപയായിരുന്നു. 17.81 ലക്ഷം പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിച്ചത്. എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷം ഇതിനോടകം 19.13 ലക്ഷം അപേക്ഷകർക്കായി 17,319.95 കോടി രൂപയുടെ വായ്പകളാണ് കേരളത്തിൽ അനുവദിച്ചതെന്നും ഇതിൽ 17,171.58 കോടി രൂപ വിതരണം ചെയ്തുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. നടപ്പ് വർഷം അവസാനിക്കാൻ ഒരാഴ്ച കൂടി ശേഷിക്കെയാണ് മുദ്രാ വായ്പകളിലെ ഈ കുതിപ്പ്. അപ്പോൾ എന്താണ് ഈ പ്രധാനമന്ത്രി മുദ്രാ യോജന? രാജ്യത്തെ സൂക്ഷ്മ സംരംഭകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി 2015 ഏപ്രിൽ 8 ആരംഭിച്ച ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. ചെറുകിട ബിസിനസ്സുകൾക്ക് താങ്ങാനാവുന്ന നിരക്കിൽ വായ്പകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഫണ്ടില്ലാത്തവർക്ക് ഫണ്ട് നൽകുക, അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകാനും അവരെ പ്രാപ്തരാക്കുന്നു. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമായ മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്കിന്റെ കീഴിലാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന വരുന്നത്. ചെറുകിട സംരംഭങ്ങളെ വായ്പയിലേക്കുള്ള പ്രവേശനം നൽകിക്കൊണ്ട് ഔപചാരിക സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനും യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ നിന്നുള്ളവർക്ക് അവരുടെ ബിസിനസ് ആരംഭിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും പ്രധാനമന്ത്രി മുദ്രാ യോജന ലക്ഷ്യമിടുന്നുണ്ട്. കൂടാതെ ചെറുകിട ബിസിനസ്സുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും തൊഴിലില്ലായ്മ കുറയ്ക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരമുള്ള ലോണുകളുടെ തരങ്ങൾ എന്റർപ്രൈസിന്റെ വളർച്ചയുടെ ഘട്ടത്തെയും ഫണ്ടിംഗ് ആവശ്യകതകളെയും അടിസ്ഥാനമാക്കി മുദ്രാ ലോൺസ് എന്നറിയപ്പെടുന്ന 3 തരം ലോണുകൾ പ്രധാനമന്ത്രി മുദ്രാ യോജന നൽകുന്നുണ്ട്. ആദ്യത്തേതാണ് ശിശു. മൂലധനം തേടുന്ന പുതിയ ബിസിനസ്സുകൾക്കുള്ളതാണ് ഈ വിഭാഗം. വായ്പാ തുക 50,000 രൂപ വരെ. രണ്ടാമത്തേതാണ് കിഷോർ. ഇതിനോടകം ആരംഭിച്ചതും വിപുലീകരണത്തിന് മൂലധനം ആവശ്യമുള്ളതുമായ ബിസിനസ്സുകൾക്ക് ഉള്ളതാണ് ഈ വിഭാഗം. ലോൺ തുക 50,000 മുതൽ 5 ലക്ഷം വരെ. ഇനി മൂന്നാമത്തേതാണ് തരുൺ. കൂടുതൽ വളർച്ചയ്ക്ക് അധിക മൂലധനം ആവശ്യമുള്ള സ്ഥാപിത ബിസിനസ്സുകൾക്കുള്ളതാണ് ഈ വിഭാഗം. ലോൺ തുക 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ അനവധിയാണ്. കൊളാട്രൽ ഫ്രീ ലോണുകൾ, അതായത് പ്രധാനമന്ത്രി മുദ്രാ യോജന ഈടരഹിത വായ്പകൾ നൽകുന്നുണ്ട്. ഇത് ചെറുകിട ബിസിനസ്സുകൾക്ക് അസറ്റുകളുടെ ആവശ്യമില്ലാതെ ക്രെഡിറ്റ് ആക്സസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നു. മറ്റൊരു സവിശേഷതയാണ് കുറഞ്ഞ പലിശ നിരക്കുകൾ. മുദ്രാ ലോണുകളുടെ പലിശ നിരക്കുകൾ മത്സരാധിഷ്ഠിതമാണ്, ചെറുകിട ബിസിനസ്സുകൾക്ക് താങ്ങാനാവുന്നതാകുന്നു. മാത്രമല്ല മുദ്രാ ലോണുകൾ ലഭിക്കുന്നതിന് പ്രോസസ്സിംഗ് ഫീസുകളൊന്നും തന്നെയില്ല. അതിനാൽ തന്നെ കടം വാങ്ങുന്നവരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ കടം വാങ്ങുന്നവർക്ക് അവരുടെ ബിസിനസ് പണമൊഴുക്കിനെ അടിസ്ഥാനമാക്കി തിരിച്ചടവ് കാലാവധി തിരഞ്ഞെടുക്കാം. ഇത് ലോൺ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാക്കുന്നു. ഇനി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്കുള്ള യോഗ്യതാ മാനദണ്ഡം എന്തെല്ലാം എന്ന് നോക്കാം. ഉൽപാദനം, വ്യാപാരം അല്ലെങ്കിൽ സേവന മേഖല തുടങ്ങിയ ചെറുകിട ബിസിനസ് നടത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഏതൊരു വ്യക്തിക്കും മുദ്രാ ലോണിന് അപേക്ഷിക്കാൻ യോഗ്യരാണ്. കൂടാതെ ബിസിനസ് ഒരു മൈക്രോ എന്റർപ്രൈസ് ആയിരിക്കണം. അതായത് പ്ലാന്റിലും മെഷീനറിയിലുമുള്ള നിക്ഷേപം അല്ലെങ്കിൽ ഉപകരണങ്ങൾ 10 ലക്ഷം രൂപയിൽ കവിയരുത്. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് എങ്ങനെ അപേക്ഷിക്കാം? ഒരു മുദ്രാ ലോൺ അപേക്ഷിക്കാൻ മുദ്രാ ലോണുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ബാങ്ക് അല്ലെങ്കിൽ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനി സന്ദർശിക്കുക. ബാങ്കിൽ നിന്നോ NBFCയിൽ നിന്നോ മുദ്രാ ലോണിനുള്ള അപേക്ഷാ ഫോം വാങ്ങി ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ബിസിനസ് ഡോക്യുമെന്റ്സ് തുടങ്ങിയ ആവശ്യമായ ഡോക്യുമെന്റുകൾ സഹിതം അപേക്ഷാ ഫോം ബാങ്കിലോ NBFCയിലോ സമർപ്പിക്കുക. പിന്നീട് ബാങ്ക് അല്ലെങ്കിൽ NBFC നിങ്ങളുടെ ലോൺ അപേക്ഷ പ്രോസസ് ചെയ്യുകയും നൽകിയ രേഖകൾ പരിശോധിക്കുകയും ചെയ്യും. തുടർന്ന് വായ്പാ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യും. ഇന്ത്യയിലുടനീളമുള്ള ഏതെങ്കിലും പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്കിലോ NBFCകളിലോ നിങ്ങൾക്ക് മുദ്രാ ലോണിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നിവയും മുദ്രാ ലോണുകൾ ഓഫർ ചെയ്യുന്ന ചില പ്രധാന ബാങ്കുകളിൽ ചിലതാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സ്കീമിനെ കുറിച്ച് അന്വേഷിക്കാനും മുദ്രാ ലോണിന് അപേക്ഷിക്കാനും നിങ്ങൾക്ക് ഈ ബാങ്കുകളുടെ ഏറ്റവും അടുത്തുള്ള ശാഖ സന്ദർശിക്കാം. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ചെറുകിട വ്യവസായങ്ങൾക്ക് ധനസഹായം നൽകിക്കൊണ്ട് അവരെ ശാക്തീകരിച്ച ഒരു വിപ്ലവകരമായ പദ്ധതിയാണ് പ്രധാനമന്ത്രി
മുദ്രാ യോജന. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെയും രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പ്രധാനമന്ത്രി മുദ്രാ യോജന ഒരു പ്രധാന പങ്ക് വഹിച്ചു. ചെറുകിട ബിസിനസ് ഉടമകൾക്കും സംരംഭകർക്കും ഈ പദ്ധതിയിൽ നിന്ന് വളരെയധികം പ്രയോജനം നേടാനും അവരുടെ ബിസിനസ്സുകളെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും കഴിയും.